അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂരിൽ വ്യാപകമായ കഞ്ചാവ് വിൽപ്പന. 2 ഒഡീഷ സ്വദേശികൾ അറസ്റ്റിൽ. അരൂരിലും പരിസരത്തുമുള്ള നാട്ടുകാർക്കും അതിഥി തൊഴിലാളികൾക്കും കഞ്ചാവ് വിതരണം നടത്തിയിരുന്ന ഒഡീഷ സ്വദേശികളായ 20-കാരനായ ലക്ഷ്മൺ, 36-കാരനായ ബിജീന്ദ്ര കുലുദീപിയ എന്നിവരാണ് പോലീസിന്റെ 1 മാസം നീണ്ടുനിന്ന രഹസ്യ നീക്കങ്ങളിൽ അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. അരൂരിൽ വ്യാപകമായ കഞ്ചാവ് വിൽപ്പന. 2 ഒഡീഷ സ്വദേശികൾ അറസ്റ്റിലായി. അരൂരിലും പരിസരത്തുമുള്ള നാട്ടുകാർക്കും അതിഥി തൊഴിലാളികൾക്കും കഞ്ചാവ് വിതരണം നടത്തിയിരുന്ന ഒഡീഷ സ്വദേശികളായ 20-കാരനായ ലക്ഷ്മൺ, 36-കാരനായ ബിജീന്ദ്ര കുലുദീപി എന്നിവരാണ് പോലീസിന്റെ 1 മാസം നീണ്ടുനിന്ന രഹസ്യ നീക്കങ്ങളിൽ അറസ്റ്റിലായത്. പിടിയിലാവുമ്പോൾ 20 കിലോഗ്രാം കഞ്ചാവ് ഇവരുടെ കൈവശമുണ്ടായിരുന്നു. അരൂർ ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രതികൾ. ലക്ഷ്മണാണ് തീവണ്ടി മാർഗം കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തിയിരുന്നത്. 1 മാസം മുമ്പ് അരൂർ മുക്കത്ത് നിന്ന് പിടികൂടിയ അതിഥി തൊഴിലാളിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അരൂർ മേഖലയിലേക്ക് വൻതോതിൽ കഞ്ചാവ് എത്തുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത്. ലക്ഷ്മണാണ് ഇതിന് പിന്നിലെ സൂത്രധാരൻ എന്ന് പോലീസ് തിരിച്ചറിഞ്ഞ് നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ഒഡീഷയിലേക്ക് പോയ ഇയാൾ തിരികെ വരുന്നതായും പോലീസ് അറിഞ്ഞിരുന്നു. തുടർന്നാണ് ഒരു വലിയ ബാഗിൽ കഞ്ചാവുമായി വാടക വീട്ടിലെത്തിയ ഇയാളെയും കൂട്ടാളിയെയും പിടികൂടിയത്. വിചിത്രമായ ഒരു കാര്യം എന്തെന്നാൽ ഒഡീഷയിലും അയൽ സംസ്ഥാനങ്ങളിലും റോഡരികിൽ ഒരു നിയന്ത്രണവുമില്ലാതെ കഞ്ചാവ് ചെടികൾ യഥേഷ്ടം വളരുന്നുണ്ട് എന്നതാണ്. ആ ഭാഗത്തു നിന്ന് ശേഖരിച്ച കഞ്ചാവാകണം ഇവിടെ നിർലോഭം എത്തുന്നത്. ചേർത്തല ഡിവൈഎസ്പിയുടെ ആന്റി നാർക്കോട്ടിക് വിഭാഗവും അരൂർ പോലീസും നടത്തിയ സംയുക്തമായ നീക്കമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഇടയാക്കിയത്. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.